നമ്മളിന്ന് പഠിക്കാൻ തുടങ്ങുന്നത് സെറ്റ് തിയറിയാണ്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ പറയുന്നത്. എന്താണ് സെറ്റ് തിയറി, എന്തൊക്കെയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് തിയറിയിൽ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഈ ക്ലാസ്സിനകത്ത് മാത്സ് പഠിച്ച കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ സെറ്റ് തിയറി ഇതിന് മുന്നേ പഠിച്ച കുട്ടികളുണ്ടാവും, പഠിക്കാത്ത കുട്ടികളുണ്ടാവും. അപ്പം രണ്ട് കൂട്ടരും ഈ ഒരു പറയുന്ന ഇൻട്രൊഡക്ഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. ഇതിനകത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് തിയറി ക്വസ്റ്റ്യൻസും ഇതിനകത്ത് നമുക്ക് പല ഓപ്പറേഷൻസിനും ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസും പറയുന്നതാണ്. അപ്പോൾ എന്താണ് സെറ്റ് തിയറി നോക്കാം. എന്താണ് ഒരു സെറ്റ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് എ സെറ്റ്? സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ്. ഒരു കുറച്ച് ഒബ്ജക്റ്റുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സെറ്റ് എന്ന് പറയുന്നത്. അത് പറയുന്നത് ഒരു ക്ലാസ്സിനകത്തുള്ള കുട്ടികളുടെ പേരായിരിക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന സെറ്റിൽ സെറ്റ് ഓഫ് ആലീസ്, ബോബ്, ക്രിസ്, അത് ഒരു സെറ്റാണ്. ഇറ്റ് ഈസ് കളക്ഷൻ ഓഫ് പീപ്പിൾ ഇൻ എ ക്ലാസ്. അടുത്തത് ഒരു എക്സാമ്പിളാണ്, സെറ്റിൻ്റെ വേറൊരു എക്സാമ്പിളാണ് ക്ലാസ്സസ് ഓഫേർഡ് ബൈ എ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ക്ലാസ്സസ് ആണെങ്കിൽ നമുക്കറിയാം ബികോം ബാങ്കിങ്ങും ബികോം ഫിനാൻസും ആണ്. അതല്ലെങ്കിൽ ബികോം ടാക്സേഷൻ ഉണ്ട്, ബികോം സെൽഫ് ഫിനാൻസിങ് ഉണ്ട്, അല്ലേ? അപ്പം അതെല്ലാം തന്നെ ഇതിനകത്ത് വരും, ഈ ഒരു സെറ്റിനകത്ത് വരും. അപ്പം ഇതൊരു കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്സ് ആണ്. ആ ഒബ്ജക്റ്റ് എന്ത് വേണമെങ്കിലും ആവാം. കളർ ഓഫ് എ റെയിൻബോ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, പേർപ്പിൾ, അതും ഒരു സെറ്റാവും. സ്റ്റേറ്റ് ഓഫ് എ മാറ്റർ, സെറ്റ് ഓഫ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം അതും എന്താണ്? ഇറ്റ് ഈസ് ആൻ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്, റൈറ്റ്? അപ്പം ഞാൻ ഈ എക്സാമ്പിൾസ് എല്ലാം വെച്ചത് ഏത് തരത്തിലുള്ള കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് സെറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, റൈറ്റ്? കേരള, യു പി, കർണാടക, റൈറ്റ്? നമുക്കറിയാം എല്ലാ സ്റ്റേറ്റുകളും ഇതിനകത്ത് പെടുന്നതാണ്. സെറ്റ് ദാറ്റ് കണ്ടെയ്ൻ നോൺ റിലേറ്റഡ് എലമെൻറ്റ്സ്. അതായത് ഒരു സെറ്റിനകത്ത് റിലേറ്റഡ് എലമെൻറ്റ്സ് തന്നെ ആയിരിക്കണം എന്നില്ല, നോൺ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സെറ്റ് ഓഫ് 3A, റെഡ്, ഗോവ എന്ന് കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ ഓൾ അൺറിലേറ്റഡ്, അല്ലേ? റിലേറ്റഡ് ഒന്നല്ല. 3 എന്ന് പറയുന്ന നമ്പറാണ്, A എന്ന് പറയുന്ന ഒരു ലെറ്ററാണ്, റെഡ് എന്ന് പറയുന്ന ഒരു കളറാണ്, ഗോവ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ്, അല്ലേ? ഇതെല്ലാം ഒരുമിച്ചും നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റും? ഒരു സെറ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. Although a set contain almost anything, we will most often use a set of numbers. നമുക്ക് ഇവിടെ നമ്മുടെ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ലെക്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ എന്തുമാത്രം നോക്കുന്നത്? നമ്പേഴ്സാണ് കൂടുതലും നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പം ഇത് ഒരു സെറ്റിൻ്റെ എക്സാമ്പിളാണ്. 5നും താഴെ ഉള്ള പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെറ്റ് ഓഫ് 1, 2, 3, 4 and 5. ഓക്കെ, സോ എന്താണ് ഒരു സെറ്റ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എ ഫ്യൂ സെലക്റ്റഡ് റിയൽ നമ്പേഴ്സ്. നിങ്ങൾ നോക്കുക, നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് എന്തുമാത്രമല്ല, ഹോൾ നമ്പേഴ്സും അതല്ലെങ്കിൽ ഇൻഡിജേഴ്സ് എന്നുള്ള രീതിയിൽ അത് റിയൽ നമ്പേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. 2.1, സെറ്റ് ഓഫ് 2.1, pi, 0, നെഗറ്റീവ് 6.32 and E. അപ്പോൾ ഇത്തരത്തിലും നമുക്ക് എന്തുണ്ടാക്കാം? സെറ്റുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ബേസിക് ഡെഫിനിഷൻസ് എന്നുള്ളത് പഠിക്കാം. പലപ്പോഴും നമ്മൾ ഇനി മുന്നോട്ട് നമ്മുടെ ക്ലാസ് പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പല പേരുകളും വാല്യൂസൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒന്ന്, സെറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞാണ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ എ ക്യാപിറ്റൽ ലെറ്റർ. എപ്പോഴും സെറ്റിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, A, B, C, ക്യാപിറ്റൽ ലെറ്റർ A, ക്യാപിറ്റൽ ലെറ്റർ B, ക്യാപിറ്റൽ ലെറ്റർ C. രണ്ടാമത് മെമ്പർ ഓർ എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു സെറ്റിനകത്ത് ഉള്ള ഒബ്ജക്ട്സിനെ നമ്മൾ ഓരോ ഒബ്ജക്റ്റിനെയും ഡിനോട്ട് ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞിട്ടാണ്? എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അത് പ്രധാനമായിട്ട് നമ്മൾ ഒരു കോമൺലി ആക്സെപ്റ്റഡ് റൂൾ എന്നുള്ള രീതിയിൽ നമ്മൾ ലോവർ കേസ് ലെറ്റേഴ്സ് ആയിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യാറ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എന്ത് ഡിനോട്ട് ചെയ്യാനാണ്? സെറ്റ് ഡിനോട്ട് ചെയ്യാനും. സ്മോൾ ലെറ്റേഴ്സ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യാനും? ആ സെറ്റിനകത്ത് ഉള്ള എലമെൻറ്റ്സിനെ ഡിനോട്ട് ചെയ്യാനും. അത് നമുക്ക് നോക്കാം എന്താണ് സെറ്റ് മെമ്പർഷിപ്പ്, റൈറ്റ്? എങ്ങനെയാണ് ഒരു സെറ്റിൻ്റെ മെമ്പർഷിപ്പ് പറയാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു സിമ്പിൾ കാണാം, ഈ പോലെ ഇരിക്കുന്ന ഒരു സിമ്പിളാണ്. ആ സിമ്പിൾ പറയുന്നത് എലമെൻറ്റ് ഓഫ് എന്നുള്ള ആ സിമ്പിളിനെ നമ്മൾ വായിക്കുന്നത് എലമെൻറ്റ് ഓഫ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കി കാണാം, സ്മോൾ ലെറ്റർ A ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ A ഉണ്ട്. എന്നിട്ട് നമ്മൾ പറയുകയാണ് സ്മോൾ ലെറ്റർ A ഇസ് എൻ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ A. അപ്പോൾ അതെന്താണ്? സ്മോൾ ലെറ്റർ A is an element of set A എന്നാണ് നമ്മളിതിൽ മീൻ ചെയ്യുന്നത്. കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ്. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഒരു സെറ്റിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതിനെ കാർഡിനൽ എസ് എന്ന് പറഞ്ഞിട്ടും ഡിനോട്ട് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ N ഓഫ് S എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. N ഓഫ് S ഓർ N ഓഫ് A എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ സെറ്റ്. ഇനി കുറച്ച് സെറ്റ് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാം. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഒന്ന്,
ഓർഡർ ഡസ് നോട്ട് മാറ്റർ. ഒരു സെറ്റിനകത്ത് എലമെൻറ്റ്സിൻ്റെ ഓർഡറിന് യാതൊരു പ്രാതിനിധ്യവുമില്ല. പക്ഷേ നമ്മൾ സ്വയമായിട്ട് നമ്പേഴ്സൊക്കെ എഴുതുമ്പോൾ നമ്മൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ. അതൊക്കെ നമുക്ക് ഒരു സെറ്റ് യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ നമ്പേഴ്സ് യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് അല്ലെങ്കിൽ നമ്മുടേതായ ഒരു 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 ഈസിനെസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതല്ലാതെ ഒരു ഓർഡറിന് യാതൊരു വിധത്തിലുള്ള പ്രാതിനിധ്യവും എന്തിനകത്തില്ല, സെറ്റിനകത്തില്ല. റൈറ്റ്. അപ്പം ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ human understanding, right? We often write them in order because it is easier for human to understand it that way. And order does not matter. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ സെറ്റ് ഓഫ് 1, 2, 3, 4 and 5 എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റാണ്? നിങ്ങൾ നോക്കുക, ജസ്റ്റ് ആ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി, ഓർഡർ ഒന്ന് മാറ്റി എഴുതിയിട്ടേ ഉള്ളൂ. എലമെൻറ്റ്സിൻ്റെ എണ്ണം കൂടിയിട്ടില്ല, എലമെൻറ്റ്സിൽ മാറ്റം വന്നിട്ടില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആ ഓർഡർ ഒന്ന് മാറ്റി എഴുതിയിട്ടുള്ളൂ. സോ ഇറ്റ് ഈസ് ഈക്വലൻ്റ് ടു സെറ്റ് ഓഫ് 3, 5, 2, 4 and 1. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തില്ല, ഓർഡറിന് അവിടെ എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. യെസ്, സെറ്റ്സ് ആർ നോട്ടഡ് വിത്ത് കേർലി ബ്രാക്കറ്റ്സ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവും സെറ്റുകൾ എപ്പോഴും എന്താണ്, കേർലി ബ്രാക്കറ്റിനകത്താണ്. കേർലി ബ്രാക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, കേർലി ബ്രാക്കറ്റിൽ എൻഡ് ചെയ്യുന്നു. സെറ്റ് ഡു നോട്ട് ഹാവ് ഡ്യൂപ്ലിക്കേറ്റ് എലിമെൻറ്റ്സ്. അപ്പോൾ ഒരു സെറ്റിനകത്ത് നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഇതുവരെ നമ്മൾ എഴുതിയ സെറ്റിനകത്തെല്ലാം തന്നെ ഒറ്റ എലമെൻറ്റും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. ഇത് 2 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 3 ഒന്നിലധികം പ്രാവശ്യം വരുന്നതായിട്ടോ 2 ഒന്നിലധികം പ്രാവശ്യം വരുന്നതായിട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത് വരത്തില്ല. അപ്പം അവിടെയും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ കൺസിഡർ സെറ്റ് ഓഫ് വവൽസ് ഇൻ ആൽഫബറ്റ്. അപ്പം വവൽസ് എന്താണെന്ന് അറിയാം അല്ലേ? ഒരു ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് വവൽസ് ആൻഡ് കോൺസണൻസ്, റൈറ്റ്? അപ്പം വവൽസ് നമുക്ക് എങ്ങനെ ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വവൽസ് എന്ന് പറഞ്ഞാൽ അത് അപ്പിയർ ചെയ്യുന്ന പോലെ ഒരു പാരഗ്രാഫിനകത്ത് അപ്പിയർ ചെയ്യുന്ന പോലത്തെ ഒന്നും വവൽസിനെ ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സേ ഫോർ എക്സാമ്പിൾ, ഇവിടെ എഴുതിയിരിക്കുന്ന സെറ്റിനകത്ത് നിങ്ങൾ നോക്കിയാൽ എ ഈസ് റിപ്പീറ്റഡ് 3 times, ഇ ആൻഡ് ഐ ഈസ് ദർ ആൻഡ് ഒ ഈസ് ഓൾസോ റിപ്പീറ്റഡ് സെവറൽ ടൈംസ് അല്ലേ? പക്ഷെ ഇതൊന്നും ഒരു സപ്പോസ് ദിസ് ഇസ് സെറ്റ് വിച്ച് ഇസ് ഫോംഡ് ബൈ ഫ്രം എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫ് എടുത്തിട്ട് ആ പാരഗ്രാഫിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോൾ അല്ലെങ്കിൽ പാരഗ്രാഫിനകത്ത് വന്നിരിക്കുന്ന വവൽസ് ആണെന്ന് വിചാരിക്കുക, ജസ്റ്റ് ഒന്ന് വിചാരിക്കുക. പക്ഷെ ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. വവൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, എ ഐ ഒ യു ആണെന്ന് അറിയാം. സോ ജസ്റ്റ് മെൻഷൻ ഇറ്റ്, റൈറ്റ്? കേർലി ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുക്കുക, ഒരു പ്രാവശ്യം എ എഴുതിയാൽ മതി. എത്ര പ്രാവശ്യം എ റിപ്പീറ്റ് ചെയ്താലും നമുക്കറിയാം എ ഈസ് പാർട്ട് ഓഫ് ദിസ് വവൽ, റൈറ്റ്? സോ എ ഇ ഐ യു യു എന്ന് പറയുന്നത് ഒരു സെറ്റായിട്ട് തന്നെ കാണിച്ചാൽ മതിയോ. യെസ്, കൺസിഡർ ദ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. എഗെയിൻ ഇറ്റ് ഡസ് നോട്ട് മേക്ക് എനി സെൻസ് ദാറ്റ് ലിസ്റ്റ് സംബഡി. ഇപ്പം ഞാൻ ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പം ഒരു കാര്യം കൂടി പറയണം, പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ലിസ്റ്റ് എടുത്താൽ നമ്മൾ ആ ലിസ്റ്റിനകത്ത് ഒരാളുടെ പേര് 2 പ്രാവശ്യം എഴുതാറില്ലല്ലോ. ആ ഒരു ലോജിക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ലോജിക്ക്. പക്ഷേ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് സെറ്റ്. അപ്പം അത് ഇവിടെ ഞാൻ പറയണം, കാരണം ഇവിടെ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ എന്താണ് ആ ഡിഫറൻസ്? ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഓർഡറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റഡ് എലിമെൻറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ പോലും ഇറ്റ് ഈസ് അലൗഡ് ആൻഡ് ഇറ്റ് ഈസ് അലൗഡ്. സോ ദാറ്റ് മേ, കാരണം ഒരു പേരുള്ള 2 വ്യക്തികളുണ്ടാവാം. ഒരു പേരുള്ള 2 വ്യക്തികൾ, രാഹുൽ എന്ന് പറയുന്ന ഒരാൾ, രാഹുൽ എന്ന് പറയുന്ന വേറൊരു വ്യക്തിയും കൂടിയും ഉണ്ടാവാം. അങ്ങനെ വരുമ്പം ചിലപ്പം ഡ്യൂപ്ലിക്കേഷൻ വരാം. ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ സർ നെയിം അല്ലെങ്കിൽ സെക്കൻഡ് നെയിമൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അപ്പം ലിസ്റ്റിനകത്ത് ഒരു പക്ഷേ എന്തുണ്ടാവും, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാം. അതല്ലെങ്കിൽ ഓർഡർ. സേ ഫോർ എക്സാമ്പിൾ റാങ്ക് ലിസ്റ്റിൽ ഓർഡറിന് പ്രാതിനിധ്യമുണ്ട്. ഫസ്റ്റ് വരുന്ന ആൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ റാങ്കുള്ള ആൾ വ്യക്തി എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ലിസ്റ്റിനകത്ത് എന്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഓർഡറിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് എലിമെൻറ്റ്സ് ഇസ് ഓൾസോ അലൗഡ്. അപ്പം ലിസ്റ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് സെറ്റ്. ബട്ട് ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എന്ത് പറഞ്ഞെന്ന് മാത്രം, ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, റൈറ്റ്? നമ്മൾ സാധാരണ ഇതിൽ ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ചോദിച്ചാൽ നിങ്ങളുടെ അറ്റൻഡൻസ് ലിസ്റ്റാണ് തരുന്നതെന്ന് വിചാരിക്കുക. അതിലെന്തിന് പ്രത്യേകതയില്ല, ഓർഡറിനൊന്നും പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതാറുമില്ല. ഓക്കെ, നൗ വിൽ സീ സം സ്പെഷ്യൽ സെറ്റ്സ്. അപ്പം നമ്മൾ സെറ്റ് തിയറി പഠിക്കുന്ന ആൾക്കാരാണ്. ഒരു പക്ഷേ നിങ്ങൾ പല ഡിനോട്ടേഷൻസ് കണ്ടിട്ടുണ്ടാവും, പല സ്ഥലത്ത് പല ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും സെറ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പം അതൊക്കെ എന്താണ്, കുറച്ച് സ്പെഷ്യൽ സെറ്റുകൾ എന്താണെന്ന് പഠിച്ചു വയ്ക്കാം. ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ ലെറ്റർ N. ക്യാപിറ്റൽ ലെറ്റർ N ഇസ് യൂസ് ടു റെപ്രസെൻറ്റ് നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 0 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്പേഴ്സുകൾ.
റൈറ്റ്. നാച്ചുറൽ നമ്പർ നിങ്ങൾക്ക് കണ്ടറിയാം, സെറ്റ് ഓഫ് 0, 1, 2, 3, 4 എക്സെട്ര എന്ന് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റൈറ്റ്. അപ്പം n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നാച്ചുറൽ നമ്പർ. ഇറ്റ് ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. p ഓർ z പ്ലസ് കേട്ടോ, p ക്യാപിറ്റൽ ലെറ്റർ p ഓർ z പ്ലസ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനെ, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് മാത്രം. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ 0 ഇല്ല അല്ലേ. അപ്പം സെറ്റ് ഓഫ് 1, 2, 3 ടു ദി ഇൻഫിനിറ്റി. ഓക്കെ. അപ്പം z ഓർ z പ്ലസ് ഓർ p ഇസ് യൂസ് ടു റെപ്രസെൻറ്റ് വേർഡ് വിത്ത് സെറ്റ്. നമ്മൾ നോർമലി കേട്ടോ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ യൂണിവേഴ്സിറ്റി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു റൂളാണ്. അപ്പോൾ എല്ലാവർക്കും കണ്ട ക്യാപിറ്റൽ ലെറ്റർ n കണ്ടാൽ അറിയാം അത് എന്തിനെക്കുറിച്ചാണ്, നാച്ചുറൽ നമ്പറിനെ കുറിച്ചാണ്. അൺലെസ് ആൻഡ് അൺടിൽ സംതിങ് എൽസ് ഇസ് ഡിഫൈൻഡ് ഫോർ ഇറ്റ്. അപ്പം ഇവിടെ ക്യാപിറ്റൽ P അല്ലെങ്കിൽ Z പ്ലസ് എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ഇൻറ്റീജർ, സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് അല്ലേ. അതുപോലെ തന്നെ Z എന്ന് പറയുന്നത്, ഇപ്പോൾ നോർമലി Z മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, Z പ്ലസ് ഇല്ല എന്ന് വിചാരിക്കുക. Z എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻറ്റീജർ. അതെന്താവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ 0 കൂടി ആവാം. ഓക്കെ. R എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ R ഇസ് യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റ് റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് റിയൽ നമ്പർ. നേരത്തെ കണ്ടതാണ് റിയൽ നമ്പേഴ്സ് എന്താണെന്നുള്ളത്. അടുത്ത് ഈ ഒരു സിമ്പിൾ 0നെ ക്ലോസ് ചെയ്തിരിക്കുന്ന സിമ്പിൾ, അതല്ലെങ്കിൽ 2 കേർലി ബ്രാക്കറ്റുകൾ അടുപ്പിച്ച് വരുന്ന അതിനകത്ത് ഒന്നും തന്നെ ഇല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, അത് ദിസ് ഇസ് യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിങ് എംപ്റ്റി സെറ്റ്. ഒരു സെറ്റിനകത്ത് ഒരു എലമെൻറ്റിൻ്റെ വാല്യൂ അല്ല നമ്മൾ പറയുന്നത്, ഒരു എലമെൻറ്റ് പോലും ഇല്ലെങ്കിൽ അതെന്താണ്, എംപ്റ്റി സെറ്റാണ്. നമ്മൾ വീണ്ടും എംപ്റ്റി സെറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. യു ആക്ച്വലി ഈ യു എന്ന് ഇതൊരു കുറച്ചും കൂടി ഒന്ന് ഇറ്റാലിക്സിൽ എഴുതണം. യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ലെറ്റർ യു. സോ യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ബട്ട് ഹിയർ ഐ എം ജസ്റ്റ് ടെലിംഗ് ദാറ്റ് സെറ്റ് കണ്ടെയ്നിങ് ഓൾ എലമെൻറ്റ്സ് അണ്ടർ കൺസിഡറേഷൻ. നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിലെ എല്ലാ എലമെൻറ്റ്സ് അടങ്ങിയ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നൊട്ടേഷൻസ് നോക്കാം. അതൊരു സെറ്റിനെ നമുക്ക് എങ്ങനെ ഡിപ്പെക്റ്റ് ചെയ്യാം, ഒരു സെറ്റിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നൊട്ടേഷനിൽ പറയുന്നത്. 2 മെത്തേഡുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് റോസ്റ്റർ മെത്തേഡും പിന്നെ ഒന്ന് സ്റ്റെപ്പ് ബിൽഡർ മെത്തേഡ് ഓർ സെറ്റ് ബിൽഡർ മെത്തേഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് വിളിക്കുന്ന 2 മെത്തേഡുകളാണ്. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം വെൻ ടോക്കിംഗ് അബൌട്ട് എ സെറ്റ് വി യൂഷ്വലി ഡിനോട്ട് ദി സെറ്റ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ. ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ വീണ്ടും നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യാണ്. സോ ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കുക. റോസ്റ്റർ നൊട്ടേഷൻ ഇസ് ദ മെത്തേഡ് ഓഫ് ഡിസ്ക്രൈബിങ് എ സെറ്റ് ബൈ ലിസ്റ്റിംഗ് ഈച്ച് എലമെൻറ്റ് ഓഫ് സെറ്റ്. അതായത് ഇത്തരത്തിൽ നമ്മൾ ഒരു സെറ്റിനെ ഡിപ്പെക്റ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കും. ആ ക്യാപിറ്റൽ ലെറ്ററിൽ പിന്നെ സെറ്റിനകത്ത് എന്ത് ചെയ്യും, അതിനകത്ത് വരുന്ന എല്ലാ എലിമെൻസും, അതായത് ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ച്, സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ പേരാണെങ്കിൽ റോസ്റ്റർ നൊട്ടേഷൻ അനുസരിച്ച് നമ്മൾ എങ്ങനെ ചെയ്തും, സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ റോൾ നമ്പർ ഫസ്റ്റ് ആരാണോ അയാളുടെ പേര് മുതൽ എല്ലാവരുടെയും പേര് നമ്മൾ ലിസ്റ്റ് ചെയ്യും ഓരോ എലമെൻ്റായിട്ട്. എന്നിട്ട് ആ സെറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ. സോ അങ്ങനെ എഴുതുമ്പോൾ അതെന്താണ്, ദാറ്റ് ഈസ് റോസ്റ്റർ നൊട്ടേഷൻ. സെറ്റ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും പേരുകൾ നമ്മൾ സെറ്റിൽ എഴുതുകയാണെങ്കിൽ സെറ്റ് എ എന്ന് പറയുന്നത് എന്താണ്, ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് BCom ഫിനാൻസ് അല്ലെങ്കിൽ BCom ബാങ്കിങ് എന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ റൈറ്റ്, സേ ഫോർ എക്സാമ്പിൾ ലെറ്റ് സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ സി is equal to the set of all movies in which Mohanlal appears and won national award. റൈറ്റ്. അപ്പോൾ സീനെ നമ്മൾ പറയുന്നത് എന്താ, സി എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഉദ്ദേശിച്ചിരുന്ന സെറ്റ് സി എന്ന് പറഞ്ഞാൽ എന്താണ്, മോഹൻലാൽ അഭിനയിക്കുകയും നാഷണൽ അവാർഡ് വിൻ ചെയ്യുകയും ചെയ്ത സിനിമകൾ, റൈറ്റ്, മൂവീസ് ആണെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ റോസ്റ്റർ നൊട്ടേഷൻ അനുസരിച്ച് സെറ്റ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും, സെറ്റ് സി ഈക്വൽ ടു സെറ്റ് ഓഫ് കിരീടം, ഭരതം, വാനപ്രസ്ഥം, മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ നമ്മളത് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. സോ ദീസ് ആർ ദി മൂവീസ് ഇൻ വിച്ച് മോഹൻലാൽ ഹാവ് ആക്റ്റഡ് ആൻഡ് ഹാഡ് വോൺ നാഷണൽ അവാർഡ് ഫോർ ആക്ടിങ്, സ്പെഷ്യൽ ജൂറി അവാർഡോ അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഫിലിംസാണ്, നാഷണൽ അവാർഡ്സ് ആണ്. ഓക്കെ. സോ ഇവിടെ ഈ റോസ്റ്റർ നൊട്ടേഷൻ്റെ ഒരു പ്രത്യേകത നമ്മളെല്ലാം ലിസ്റ്റ് ചെയ്യണം. സോ വേറൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സപ്പോസ് ഇവിടെ നാഷണൽ അവാർഡ് വിൻ ചെയ്ത കാര്യമല്ലേ, സപ്പോസ് വി ആർ ആസ്ക്ഡ് ടു റൈറ്റ് ഓർ സപ്പോസ് ദി സെറ്റ് ഓഫ് സി ഈസ് ഡിഫൈൻഡ് ആസ് സെറ്റ് ഓഫ് ഓൾ മൂവീസ് ഇൻ വിച്ച് മോഹൻലാൽ അപ്പിയേഴ്സ്. മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മോഹൻലാൽ മുഖം കാണിച്ചിരിക്കുന്ന എല്ലാ മൂവീസും ആണ് സി എന്ന് പറയുന്ന സെറ്റ് എങ്കിൽ ഈ സെറ്റ് വളരെ വലിയ സെറ്റായിട്ട് മാറും. അതിനകത്ത് ഏകദേശം 400 അല്ലെങ്കിൽ 500ഓളം ഫിലിംസ് ചിലപ്പം വന്നു വരാം അല്ലേ. അപ്പോൾ ആ ഫിലിംസ് എല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യേണ്ടി വരും, റൈറ്റ്.
അതുപോലെ വേറൊരു എക്സാമ്പിൾ, ലെറ്റ് സെറ്റ് എ ഈക്വൽ ടു ദി സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 10. അതായത് 0-ന് മുകളിലും 10-നും താഴെയുള്ള ഓഡ് നമ്പേഴ്സുകളുടെ ഒരു സെറ്റാണെന്ന് വിചാരിക്കാം. സോ നമ്മൾ റോസ്റ്റർ നൊട്ടേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? എ ഈക്വൽ ടു സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ലെറ്റർ എ. സോ എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 3, 5, 7, 9. അതൊക്കെ നമുക്ക് എളുപ്പമാണ് അല്ലേ? സോ വാട്ട് അബൌട്ട് യു തിങ്ക് അബൌട്ട് എ സിറ്റുവേഷൻ വെൻ വി ഹാവ് മോർ എലമെൻറ്റ്സ്. സേ ഫോർ എക്സാമ്പിൾ 0-നും 100-നും ഇടയിലാണെങ്കിൽ, 0-നും 1000-നും ഇടയിലുള്ള ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ, 0-നും 10,000-നും ഇടയിലുള്ള ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ, അതെല്ലാം ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പം ഞാൻ നേരത്തെ മോഹൻലാലിൻ്റെ ഫിലിംസിനെ കുറിച്ച് പറഞ്ഞു. മോഹൻലാലിൻ്റെ ഫിലിംസ് ചിലപ്പോൾ 400-500 ഫിലിംസ് ഉണ്ടാവും. ആ ഫിലിംസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവും അല്ലേ? എല്ലാ സിനിമകളും നമുക്ക് ലിസ്റ്റ് ചെയ്യൽ ബുദ്ധിമുട്ടാവും. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ വേറൊരു മെത്തേഡ് നമ്മൾ എന്തിനു യൂസ് ചെയ്യും? ഈ പറയുന്ന നൊട്ടേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്, ഒരു സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ നൊട്ടേഷൻ എന്ന് പറയുന്നത്. സെറ്റ് ബിൽഡർ നൊട്ടേഷൻ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു, റൈറ്റ്? ഒരു എലമെൻറ്റിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. എന്നിട്ട് അവിടെ വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ആ സെറ്റിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. When it is not convenient to list all the elements of a set, we use a notation that employs the rule in which an element is a member of the set. This is called set builder notation. നേരത്തെ പറഞ്ഞതാണ്. സോ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. ഒരു എലിമെൻറ്റ് സ്ട്രക്ചർ ഉണ്ടാവും, പിന്നെ ഒരു ജസ്റ്റ് ഒരു ലൈൻ അല്ലേ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ആ സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ യൂസ് ടു കോൾ ദാറ്റ്, അല്ലെങ്കിൽ അത് നമ്മൾ വിളിക്കുന്നത് സച്ച് ദാറ്റ് എന്നാണ്. സച്ച് ദാറ്റ് നെസസറി പ്രോപ്പർട്ടീസ് ടു ബി മെമ്പേഴ്സ്. അപ്പോൾ ആ എലിമെൻറ്റിൽ വരുന്ന മെമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പിന്നെ അവിടെ പറയുക. ഇങ്ങനെയാണ് ഒരു നൊട്ടേഷൻ വരുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കുക, കേർലി ബ്രാക്കറ്റിനകത്ത് ആദ്യം എന്തുണ്ടാവും? ഒരു എലിമെൻറ്റ് സ്ട്രക്ചർ ഉണ്ടാവും, പിന്നെ എന്ത് വരും? ഒരു എലിമെൻറ്റ് സ്ട്രക്ചർ ഉണ്ടാവും. ഇവിടെ ഒരു എലിമെൻറ്റ് സ്ട്രക്ചർ ഉണ്ടാവും, പിന്നെ സച്ച് ദാറ്റ് നെസസറി പ്രോപ്പർട്ടീസ് ടു ബി മെമ്പേഴ്സ്. ഓക്കെ, അപ്പം മെമ്പർ ആവണമെങ്കിൽ എന്ത് പ്രോപ്പർട്ടിയാണ് വേണ്ടത്? നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. സോ സെറ്റ് ഓഫ് വി എന്ന് പറയുന്നത് is set of people, right? People ആൾക്കാരാണ്. such that citizens registered to vote in Kerala state. അപ്പം കേരളത്തിൽ വോട്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ സിറ്റിസൺസിനെയും നമുക്ക് ലിസ്റ്റ് ചെയ്യൽ നമ്മുടെ ലിസ്റ്റൊക്കെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കേസൊക്കെ എടുത്താൽ എല്ലാ ലിസ്റ്റ് അവൈലബിൾ ആണ്. പക്ഷെ അത് ലിസ്റ്റ് ചെയ്യുക, ഒരു സെറ്റായിട്ട് ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല അല്ല. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു നൊട്ടേഷനിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ നൊട്ടേഷനിൽ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ബി എന്ന് പറയുന്നത് എന്ത് ഇൻക്ലൂഡഡ് ആണ്? എല്ലാ ആൾക്കാരും, എല്ലാ വോട്ട് ചെയ്യാനായിട്ട് അവകാശമുള്ള രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാവരും, കേരളത്തിലെ എല്ലാവരും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഒരു മീനിങ് നമുക്ക് കിട്ടും. സോറി, എ സെറ്റ് എ നോക്കുക. സെറ്റ് എ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എന്ന് പറയുന്നത് ഏത് വാല്യൂ വേണമെങ്കിലാവാം. ആ വാല്യൂ എന്താണ്? 5-ന് മുകളിലുള്ള വാല്യൂസ് ആയിരിക്കണം, നമ്പേഴ്സ് ആയിരിക്കണം അല്ലേ? അത് 10 ആയിരിക്കാം, 20 ആയിരിക്കാം, അത് എത്ര ഇൻഫിനിറ്റി വരെ പോവാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം തന്നെ 5 മുതൽ അല്ലെങ്കിൽ 5-ന് മുകളിലോട്ടുള്ളതെന്ന് പറഞ്ഞാൽ 6 മുതലുള്ള എല്ലാ വാല്യൂസും നമുക്ക് ഒരു സെറ്റിനകത്ത് കാണിക്കുന്നതിനേക്കാളും എളുപ്പമാണ് സെറ്റ് ബിൽഡർ നൊട്ടേഷൻ വെച്ചുകൊണ്ട് എന്ത് കാണിക്കുന്നത്? ഈ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് സിമ്പിൾ സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? സച്ച് ദാറ്റ് എന്നാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ സച്ച് ദാറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഓർക്കുക. ഇനി എന്താണ് ഒരു യൂണിവേഴ്സൽ സെറ്റ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു യു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും ഒരു സ്ലാൻഡിങ്ങിൽ, ഇപ്പം നിങ്ങൾ പല ടെസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഒരു ബോൾഡ് ഇറ്റാലിക്സിലാണ് യു കൊടുത്തിരിക്കുന്നത്. കാരണം വേറൊരു യു ഉണ്ട്, യൂണിയൻ എന്ന് കാണിക്കുന്ന ഒരു യുവും കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ചെറിയൊരു ഫോണ്ടിൻ്റെ സ്റ്റൈലിൽ ഒരു ചെറിയ ഡിഫറൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ യു ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് യൂണിവേഴ്സൽ സെറ്റ്. യു ഈസ് ദി യൂണിവേഴ്സൽ സെറ്റ്, ദി സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഫ്രം വിച്ച് എ ഗിവൻ സെറ്റ് ഈസ് ഡ്രോൺ. അപ്പോൾ തന്നിരിക്കുന്ന ഒരു സെറ്റ് ഏത് സെറ്റിൽ നിന്നാണോ നമ്മൾ ഡ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സെറ്റിൽ നിന്നാണോ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്, ആ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഒരു സെറ്റ് നമുക്ക് തന്നിരിക്കുകയാണ്, -2 സെറ്റ് ഓഫ് -2.42 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇറ്റ് റെപ്രസെൻറ്റ്സ് റിയൽ നമ്പേഴ്സ് അല്ലെ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയോളൂ, സെറ്റ് ഓഫ് 0, 1, 2 ആണ്. 0, 1,
2 അല്ലേ. അപ്പം യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും? അത് സ്വാഭാവികമായിട്ടും എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ. അതല്ലെങ്കിൽ അതെന്താവും? ഇൻറ്റീജേഴ്സ് ആവാം, റേഷണൽ നമ്പർ ആയിരിക്കാം, റിയൽ നമ്പർ ആയിരിക്കാം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റണം നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിനെ. ഓക്കെ, സോ ഫോർ ദി സെറ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അതിൻ്റെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ആയിരിക്കാം, യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സ്റ്റുഡൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരും ആയിരിക്കാം അല്ലേ. ലോകത്തിലുള്ള എല്ലാവരുടെ ഇടയിൽ നിന്ന്, അതായത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരുടെ ഇടയിൽ നിന്നുമാണ് നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം ഏത് ലെവൽ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന പോലെ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. സോ ഫോർ എക്സാമ്പിൾ, നല്ലൊരു എക്സാമ്പിൾ ഇതാണ്. ഓക്കെ, സോ ഫോർ സെറ്റ് ഓഫ് വോവൽസ് ഓഫ് എൻ ആൽഫബറ്റ്. വോവൽസ് നമ്മൾ നേരത്തെ വോവൽസിൻ്റെ സെറ്റ് എഴുതി അല്ലേ. വോവൽസിൻ്റെ സെറ്റ് ശരിക്കും എവിടെ നിന്ന് വന്നതാണ്? മൊത്തം ആൽഫബറ്റിൽ നിന്നാണ് നമ്മൾ വോവൽസിൻ്റെ സെറ്റ് എടുത്തത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൊത്തം ഫുൾ ലെറ്റേഴ്സ്, റൈറ്റ്, ഓൾ ലെറ്റേഴ്സ് ഇൻ ദി ആൽഫബറ്റ്, എല്ലാ ലെറ്റേഴ്സും ആയിരിക്കും. ആ ലെറ്റേഴ്സിനകത്തു നിന്നാണ് എന്തെടുക്കുന്നത്? വോവൽസ് നമ്മൾ സെറ്റായിട്ട് എടുത്തിരിക്കുന്നത്. സോ യൂണിവേഴ്സൽ സെറ്റ് ഫോർ vowels will be all alphabets, right? All letters in the alphabet, right? So ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ഇവിടെ ഒന്നുകൂടി മെൻഷൻ ചെയ്യാണ്. ടു ഡിഫറൻഷിയേറ്റ് യൂണിവേഴ്സൽ സെറ്റ് ഫ്രം ദാറ്റ് ഓഫ് യൂണിയൻ, റൈറ്റ്? അതായത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഇറ്റാലിക്സിലും ബോൾഡ് ഇറ്റാലിക്സിലാണ്. യൂണിയൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ യു ആയിട്ട് തന്നെ നമ്മൾ നിൽക്കും. ഓക്കെ, ദെൻ വാട്ട് ഈസ് എംപ്റ്റി സെറ്റ്? നമ്മൾ നേരത്തെ ജസ്റ്റ് എംപ്റ്റി സെറ്റ് എന്താണെന്ന് കണ്ടായിരുന്നു, അതിൻ്റെ സിമ്പിൾ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. എന്താണെന്ന് പഠിക്കാം. ഇഫ് എ സെറ്റ് ഹാസ് 0 എലിമെൻറ്റ്സ്, എലമെൻസിൻ്റെ എണ്ണമാണ്, എലമെൻറ്റ്സ് 0 ആണെങ്കിൽ, റൈറ്റ്, ഒറ്റ എലമെൻറ്റ് പോലും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? എംപ്റ്റി സെറ്റ് എന്ന് വിളിക്കുന്നു. സിമ്പിൾ നമ്മൾ നേരത്തെ കണ്ടതാണ്, 0 ക്രോസ് ചെയ്ത പോലത്തെ ഒരു സിമ്പിളാണ്. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് കേർലി ബ്രാക്കറ്റ്സ്, റൈറ്റ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് വിത്തൗട്ട് എനി എലമെൻറ്റ്. ഓക്കെ, then an the empty set is a set, it can be element of other set, right? Empty set എന്ന് പറയുന്നത് ഒരു സെറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സെറ്റ് എടുത്താലും ആ സെറ്റിൻ്റെ ഒരു എലമെൻറ്റ്, ഒരു സബ്സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? എംപ്റ്റി സെറ്റാണ്. അതല്ലെങ്കിൽ ഏത് സെറ്റിലും ഒരു എലമെൻറ്റ് എന്താണ്? എംപ്റ്റി സെറ്റ് ഉണ്ട്. ഏത് സെറ്റ് എടുത്തോളൂ, നമ്മൾ ഇതുവരെ പറഞ്ഞ ഏത് സെറ്റ് എടുത്താലും അതിനകത്ത് എന്ത് വരുന്നുണ്ട്? ഒരു എംപ്റ്റി സെറ്റ് വരുന്നുണ്ട്, റൈറ്റ്. ഫോർ എക്സാമ്പിൾ, സെറ്റ് ഓഫ് എംപ്റ്റി സെറ്റ് 1 2 3 and x, right, is a valid set, right? ഈ ഒരു സെറ്റിൽ എന്തുണ്ട്? എംപ്റ്റി സെറ്റ് എപ്പോഴും ഉണ്ടെന്ന്. ഏത് അതിനുവേണ്ടി, ഫോർ ദാറ്റ് മാറ്റർ, ഇഫ് യു ടേക്ക് എനി സെറ്റ്, എംപ്റ്റി സെറ്റ് ഇസ് ദർ, റൈറ്റ്. സോ നോട്ട് ദാറ്റ് 0, റൈറ്റ്, 0 എലമെൻ്റ് ഉള്ള എംപ്റ്റി സെറ്റ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ദി സെറ്റ് ഓഫ് എംപ്റ്റി സെറ്റ്. ഇവിടെ രണ്ടാമത്, ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? 0 എലമെൻ്റ് ആണ്. പക്ഷേ രണ്ടാമത് ആർച്ച് സൈഡിൽ നിങ്ങൾ കാണാൻ പറ്റുന്നത് സെറ്റ് ഓഫ് 1 എലമെൻറ്റ്, ഒരു എലമെൻ്റ് ഉള്ള സെറ്റാണ്. ആ എലമെൻ്റ് എന്താണ്? നൾ സെറ്റ് തന്നെയാണ്. പക്ഷെ അവിടെ എന്തുണ്ട്? നൾ സെറ്റ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് ഇസ് എ സെറ്റ് ഓഫ് 0 എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റാണ്. ദി സെക്കൻഡ് വൺ ഇസ് എ സെറ്റ് ഓഫ് 1 എലമെൻറ്റ്, ദാറ്റ് 1 എലമെൻറ്റ് ബീയിങ് ദി എംപ്റ്റി സെറ്റ്. ഓക്കെ, സോ ഇപ്പം 0 എംപ്റ്റി സെറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു വാട്ട്? ദിസ് പെർട്ടിക്കുലർ ഡിനോട്ടേഷൻ. So now, so that leads us to what? Subset. എന്താണ് സബ്സെറ്റ് എന്ന് കൂടി നമ്മൾ പഠിക്കണം. If all the elements of a set S are also element of set T, right, then S is a subset of T. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആൽഫബറ്റ്സ് എല്ലാം തന്നെ നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു വലിയ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സെറ്റിനകത്ത് വവൽസ് എടുക്കുമ്പം നമുക്ക് എന്ത് പറയാം? വവൽസ് ഇസ് എ സബ്സെറ്റ് ഓഫ് ദി ആൽഫബറ്റ് സെറ്റ് അല്ലേ. അപ്പം വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, എസ് എന്ന് പറയുന്ന ഒരു സെറ്റാണ്. ആ സെറ്റിൽ നിങ്ങൾ നോക്കുക 2 4 6 അല്ലേ. 2 4 6 ഇറ്റ് ഇസ് പാർട്ട് ഓഫ് സെറ്റ് ടി. സെറ്റ് ടിയിൽ നോക്കുക 1 2 3 4 5 6 7 ആണ് നമുക്കുള്ളത്. അപ്പം എസ് എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെൻസും ഏതിനകത്തുനിന്ന് വരണം? ടിക്കകത്തുനിന്ന് വരണം. എന്നാൽ മാത്രമേ എസ് ടിയുടെ സബ്സെറ്റ് ആവത്തുള്ളൂ. ഒരു എലമെൻറ്റ് മാറിപ്പോയി എന്ന് വിചാരിക്കുക, ഒരു എലമെൻറ്റ് മാറിപ്പോയി, അങ്ങനെയാണെങ്കിൽ അത് എന്താവത്തില്ല? സബ്സെറ്റ് ആവത്തില്ല. അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. സബ്സെറ്റിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. സിമ്പിൾ വെച്ചിട്ടാണ്. എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് ടി എന്നാണ് നമ്മൾ പറയാം. ആ സിയുടെ താഴെ സി പോലെ ഇരിക്കുന്ന, ക്യാപിറ്റൽ സി പോലെയൊക്കെ ഇരിക്കുന്ന, അതിന് താഴെ ഒരു ലൈനും. ഓക്കെ, സബ്സെറ്റ് നോട്ട് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ അതിലൊരു ക്രോസും കൂടി നമ്മൾ വയ്ക്കും. ഓക്കെ, നോക്കുക,
സോ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന് എങ്ങനെ ഡിപ്പെക്ട് ചെയ്യാം, ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാം. സെറ്റ് ഓഫ് 2 4 6 ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് 1 2 3 4 5 6. കാരണം എന്താ, 2 4 6 എന്ന് പറയുന്നത് ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 6 ഉണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്കത് പറയാം. സോ ഇഫ് എസ് ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ടി, ഇറ്റ് ഇസ് റിട്ടേൺ ആസ് എസ് സബ്സെറ്റ് ക്രോസ് ചെയ്ത് കേട്ടോ, നോട്ട് സബ്സെറ്റ് ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ടി. സോ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ, 1 2 and 8 അല്ലേ. ഈ 8 എന്ന് പറയുന്ന എലിമെന്റ് ഏതിനകത്തില്ല, ഇവിടെ ഇല്ല, പക്ഷെ അതേ സ്ഥാനത്ത് 1 ഉം 2 ഉണ്ട്, റൈറ്റ്. സോ 1 ഉം 2 ഉം ഉണ്ടാകുകയും 8 ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. അതായത് ഏതെങ്കിലും ഒരു എലിമെന്റ് ഇതിനകത്തുനിന്ന് മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് സബ്സെറ്റ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നോട്ട് ദാറ്റ് എനി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സെറ്റ് ഓഫ് 1 2 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് 1 2 3 ഇറ്റ് സെൽഫ്, റൈറ്റ്. ആ ഒരു സെറ്റ്, റൈറ്റ്. സോ ഗിവൻ ദാറ്റ് സെറ്റ് എസ് ഇസ് ഈക്വൽ ടു 2 4 6, 2 4 6 ആയതുകൊണ്ട് എസ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റിന്റെ സബ്സെറ്റ് എന്ന് പറയുന്ന ഒരു എലിമെന്റ്സ് ഏതൊക്കെയും തന്നെയായിരിക്കും ഈ സെയിം സെറ്റ് നമുക്ക് എഴുതാൻ പറ്റും. സെറ്റ് ഓഫ് 1 2 4 6 എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. ദിസ് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് സെയിം 5 is less than or equal to 5. 5 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെന്ന് പറയുന്ന ആ ഒരു ലാഘവത്തിൽ, ആ ഒരു ലോജിക്കിൽ നിങ്ങളിതിനെ കാണുക. ദസ് ഫോർ എനി സെറ്റ് എസ്, എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് എസ് ഇറ്റ്സെൽഫ്. ഓക്കെ, സോ താങ്ക് യു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ലെക്ചർ. സോ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് വി വിൽ ബി ഹാവിങ് സം മോർ detailed information on set and its operations. Okay, have a nice day. Thank you all.